ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഖിലിനും ശ്യാമയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് സന്തോഷത്തോടെയാണ് ആദ്യം വസുന്ധര ശ്യാമയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ പണ്ട് ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസുന്ധരയ്ക്ക് ഓർമ്മ വരുമ്പോൾ വസുന്ധര ശ്യാമയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വർമ്മയുടെയും അമൃതയുടെയും നിർബന്ധത്തിന് വഴങ്ങി വസുന്ധര അഖിലിനെയും ശ്യാമയും വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ വസുന്ധരയുടെ ദുരുദ്ദേശമായിരുന്നെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അവർ വന്നതിന് ശേഷം വസുന്ധര ശ്യാമയെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും തന്റെ കുറേയേറെ ആഭരണങ്ങൾ ശ്യാമയ്ക്ക് നൽകുകയും ചെയ്യുന്നു. എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യണം. ഈ കുഞ്ഞ് ജനിച്ചാൽ എന്റെ അകിയുടെ ജീവന് അത് ആപത്താണെന്ന് വസുന്ധര പറയുമ്പോൾ ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ശ്യാമ. വീണ്ടും വസുന്ധര അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ആഭരണങ്ങളെല്ലാം ഊരി വസുന്ധരയുടെ കയ്യിലേൽപ്പിച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം ആദിയും വർമ്മയും അഖിലും അമൃതയും എല്ലാവരും കൂടി സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐശ്വര്യയും അവരുടെ ഒപ്പമുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ശ്യാമ അഖിലിന്റെ അടുത്തേക്ക് വരുമ്പോൾ അഖിൽ ചോദിക്കുകയാണ്, എന്താ ശ്യാമേ, എന്തു പറ്റി? അഖിൽ സാർ, നമുക്ക് പോകാമെന്ന് ശ്യാമ പറയുമ്പോൾ എന്താ ശ്യാമേ, എന്തു പറ്റിയെന്ന് അഖിൽ ചോദിക്കുന്നു. കരഞ്ഞുകൊണ്ട് ശ്യാമ വീണ്ടും പറയുകയാണ്, അഖിൽ സാർ, നമുക്ക് പോകാം. ഇത് കേൾക്കുന്ന ആദി ഞെട്ടലോടെ ചോദിക്കുകയാണ്, പോകാനോ? എന്താ, എന്തു പറ്റി? അതേസമയം ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. എനിക്കിപ്പോ പോണം എന്ന് ശ്യാമ വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ വർമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ പറ്റിയത്? എന്നാൽ ശ്യാമ ആരോടും കാര്യങ്ങളൊന്നും പറയുന്നില്ല. വീണ്ടും അഖിലിന്റെ കൈ പിടിച്ച് എനിക്ക് പോകണമെന്ന് ശ്യാമ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എല്ലാവരും അമ്പരപ്പോടെ ശ്യാമയെ നോക്കുകയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.